അബുദാബിയിലെ അതിശക്തനായ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വന്തം രാജ്യത്തെ ജോലികളെല്ലാം മാറ്റിവെച്ച് ന്യൂഡൽഹിയിലേക്ക് കഴിഞ്ഞ ദിവസം പറന്നിരുന്നു. 6 മണിക്കൂർ നീണ്ട ആകാശയാത്ര. പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ ചിലവഴിച്ചത് വെറും 2 മണിക്കൂർ മാത്രം. ലോക നേതാക്കൾ മാസങ്ങളോളം ചർച്ച ചെയ്യുന്ന പ്രതിരോധ കരാറുകൾ മോദിയും ഷെയ്ഖ് നഹ്യാനും വെറും 120 മിനിറ്റ് കൊണ്ട് അന്തിമമാക്കി. എന്തായിരുന്നു ഈ ധൃതിക്ക് പിന്നിൽ? പാകിസ്ഥാൻ മെനഞ്ഞ ഒരു മഹാതന്ത്രത്തെ പ്രധാനമന്ത്രി മോദി എങ്ങനെയാണ് അടിച്ചു തകർത്തത്? ഇതൊരു സാധാരണ വീഡിയോ അല്ല, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അമേരിക്കയിലേക്ക് നോക്കണം. ദശാബ്ദങ്ങളായി ഈ മേഖലയിലെ പോലീസുകാരൻ അമേരിക്കയായിരുന്നു. എന്നാൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങുമ്പോൾ അവിടെ രൂപപ്പെട്ട ശൂന്യതയിലേക്ക് പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവർ ചേർന്ന് ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ ഒരു വൻ സൈനിക സഖ്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ആണവായുധങ്ങൾ വരെ കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇന്ത്യയെ വളയാൻ പാകിസ്ഥാൻ മെനഞ്ഞ ഈ തന്ത്രത്തെ നേരിടാൻ മോദി ഒരുക്കിയത് ലോകം കണ്ട ഏറ്റവും വലിയ ചാണക്യ തന്ത്രമാണ്. പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ മോദി പ്രയോഗിച്ചത് സാമ്പത്തിക യുദ്ധമാണ്. സൗദിയും UAEയും പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇന്ത്യയെ വിശ്വസിക്കുന്നുണ്ട്. ലക്ഷം കോടികൾ നിക്ഷേപമാണ് ഇന്ത്യയിലെ എണ്ണ സാങ്കേതിക മേഖലകളിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്വന്തം ലാഭം നോക്കുന്ന അറബ് ലോകം പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ പിണക്കില്ലെന്ന് മോദി ഉറപ്പുവരുത്തി. ഇസ്രയേലിന്റെ മിസൈൽ കരുത്തും ഇന്ത്യയുടെ സൈനിക ശക്തിയും UAEയുടെ പണവും ചേർത്ത് മോദി ഒരു വെസ്റ്റേൺ അച്ചുതണ്ട് നിർമ്മിക്കുന്നു. ഇതോടെ സുരക്ഷയ്ക്കായി പാകിസ്ഥാനെയോ തുർക്കിയെയോ ആശ്രയിക്കേണ്ട അവസ്ഥ അറബ് രാജ്യങ്ങൾക്ക് ഇല്ലാതായി. UAE പ്രസിഡന്റിന്റെ ആ 2 മണിക്കൂർ സന്ദർശനം ഈ സഖ്യത്തിന്റെ കരുത്തിന്റെ പ്രതീകമാണ്. തുർക്കിയെ തളയ്ക്കാൻ മോദി പ്രയോഗിച്ചത് മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. തുർക്കിയുടെ ചിരകാല ശത്രുവായി ഗ്രീസുമായി ഇന്ത്യ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേന മെഡിറ്ററേനിയൻ കടലിൽ ഗ്രീസിനൊപ്പം അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയതോടെ തുർക്കി പ്രതിരോധത്തിലുമായി. സ്വന്തം അതിർത്തിയിൽ ഇന്ത്യയെ കണ്ട തുർക്കിക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയും. അവസാനത്തെയാണ് G20യിൽ മോദി പ്രഖ്യാപിച്ച ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പാകിസ്ഥാന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തു. ഈ വ്യാപാരപാത യാഥാർത്ഥ്യമാകുമ്പോൾ പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖവും CPECയും വെറും പാഴ്വസ്തുക്കളായി മാറും. ലോകം മാറുകയാണ്. മതത്തിന്റെ പേരിൽ സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് സുരക്ഷയും സാമ്പത്തികവുമാണ് പ്രധാനം. പാകിസ്ഥാൻ മെനഞ്ഞ വലിയ കെണി ഇന്ത്യ തകർത്ത് കഴിഞ്ഞു. ഇന്ന് UAEയിലെ ഭരണാധികാരികൾക്ക് സ്വന്തം സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആദ്യം ഓർമ്മ വരുന്നത് ഇന്ത്യയാണ്. ഇത് പുതിയ ഭാരതമാണ്. ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ കയറി അവരെ നിശബ്ദമാക്കാൻ ശേഷിയുള്ള ഭാരതം. പാകിസ്ഥാൻ വിഭാവനം ചെയ്ത ഇസ്ലാമിക് നാറ്റോ എന്ന വർഗീയ ചീട്ടുകൊട്ടാരത്തെ ഇന്ത്യ തന്റെ സാങ്കേതിക മികവും സാമ്പത്തിക സുരക്ഷിതത്വവും കൊണ്ട് തകർത്തെറിഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു പുതിയ യുഗത്തിന്റെ സാക്ഷികളാണ്. ഇന്ത്യൻ യുഗത്തിന്റെ ഈ അഭിമാന നിമിഷം ഓരോ ഇന്ത്യക്കാരനും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഭാരതത്തിന്റെ ഈ കുതിപ്പ് ഇനി ആര് വിചാരിച്ചാലും തടയാനാകില്ല. നമ്മൾ മുന്നോട്ട് തന്നെയാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് തന്നെയാണ് പോകുന്നത്.